ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇതുപോലത്തെ ഫോട്ടോസ് മൊബൈലിൽ എഡിറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന് എഡിറ്റ് ചെയ്യാൻ ആവശ്യമായ PNG ഫയൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യാം. അപ്പോൾ ആദ്യം ഫോട്ടോ എങ്ങനെയാണ് എടുത്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. രാത്രി സമയത്താണ് ഞാൻ ഈ ഫോട്ടോ എടുത്തത്. പൂവിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ടോർച്ച് പോലത്തെ എന്തെങ്കിലും ലൈറ്റ് അടിച്ചിട്ട് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ ഫോട്ടോ കിട്ടും. അപ്പോൾ ആദ്യം നമ്മുടെ ഫോട്ടോ നമുക്ക് പിക്സാർട്ടിലേക്ക് കയറ്റാം. അത് ചെയ്യാനായിട്ട് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് പിക്സാർട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫോട്ടോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ടൂൾസ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് കർവ്സ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളും കർവ് അഡ്ജസ്റ്റ് ചെയ്യാം. കർവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ഡ്രോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും ഡ്രോ കളർ നിങ്ങൾ രണ്ട് ഓപ്ഷൻ ചോദിക്കും, അതിനകത്ത് ഡ്രോ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് താഴെ റൈറ്റ് കോർണറിൽ ഒരു ലെയറിൻ്റെ ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഒരു ലെയർ ആഡ് ചെയ്യാനുള്ള ബട്ടൺ അവിടെ ഉണ്ട് മുകളിൽ, അത് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ഫോട്ടോ ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ലൈറ്റിൻ്റെ ലെയർ ആഡ് ചെയ്യാം. ഇനി അതേപോലെ ഒന്നും കൂടെ ഫോട്ടോ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലെൻസ് ഫ്ലെയർ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ബ്ലെൻഡിങ് മോഡ് നോർമൽ എന്നുള്ളത് മാറ്റിയിട്ട് ആഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടെ ആഡ് ഫോട്ടോ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ റെയിൻ ഡ്രോപ്പ് എന്നുള്ള ലെയറും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡ് ലൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിക്കാൻ വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഡൗൺലോഡ് ചെയ്തതിൽ നിന്ന് ആ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ലെയർ കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെയർ ഏറ്റവും താഴെ കൊണ്ടിടുക. എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ലൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മെയിൻ ഫോട്ടോൻ്റെ ലെയർ സെലക്ട് ചെയ്യാം. അതിൻ്റെ ബ്ലെൻഡിങ് മോഡും ലൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഏകദേശം ഒരു 50 കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഫോട്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫോട്ടോ സേവ് ചെയ്യാം. ഫോട്ടോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സേവ് ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.